Question number 1. This guideline extract says that the nurse in charge, അതായത് nurse in chargeന്റെ ഏതോ ഒരു ഉത്തരവാദിത്തത്തെ പറ്റിയാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതെന്താണ്? The guideline extract says എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. Medicine cupboard keys. The keys for the controlled drug cupboard are the responsibility of the nurse in charge. അതായത് ഈ കൺട്രോൾ ഡ്രഗ് കബോർഡിന്റെ കീ, അതിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആർക്കാണ്? നഴ്സ് ഇൻ ചാർജിനാണ്. They may be passed to a registered nurse in order for them to carry out their duties and return to the nurse in charge. They may be passed to a registered nurse. അതായത് ഈ കീകൾ, താക്കോല് നമുക്ക് എന്ത് ചെയ്യാം? You can pass it to a registered nurse. എന്തിനു വേണ്ടി? In order to carry out their duties. അവരുടെ ജോലികൾ ചെയ്യാനായിട്ട് നമുക്കിത് അവരുടെ കയ്യിലേക്ക് കൊടുക്കാം. ആൻഡ് റിട്ടേൺ ടു ദ നേഴ്സ് ഇൻ ചാർജ്. ജോലികൾ തീരുമ്പോൾ അവരെന്ത് ചെയ്യണം? They have to return it back to the nurse in charge. Clear? If the keys of the drug cupboard goes missing, the lock must be changed and pharmacy informed and an incident form completed. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ if the keys of the controlled drug cupboard go missing, ഇത് നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? The lock must be changed. ലോക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം. ആൻഡ് ഫാർമസി നമ്മൾ ഇൻഫോം ചെയ്യണം. ആൻഡ് ആൻ ഇൻസിഡന്റ് ഫോം കംപ്ലീറ്റ്. ഒരു ഇൻസിഡന്റ് ഫോം ഉണ്ട്, ആ ഫോം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. The controlled drug cupboard keys should be kept separately from main body of keys. അപ്പം ഈ ഒരുപാട് കീസ് എല്ലാം കൂടെ നമ്മൾ സാധാരണഗതിയിൽ we are keeping it together. നമ്മളത് ഒന്നിച്ചായിരിക്കും വെക്കുക, അല്ലെ? പക്ഷേ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? The controlled drug cupboard key, ഈ controlled drugന്റെ കബോർഡ് കീ നമ്മൾ എന്ത് ചെയ്യണം? ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി. അത് മറ്റ് കീകൾക്കൊപ്പം വെക്കാൻ പാടില്ല, സെപ്പറേറ്റ് ആയിട്ട് വേണം വെക്കാനായിട്ട്. അപ്പാർട്ട് ഫ്രം ഇൻ എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസ്, വളരെ നിർണായകമായ ചില ഒഴിച്ചുകൂടാനാകാത്ത അവസരങ്ങൾ ഒഴികെ, the keys should not leave the ward or department. ഈ കീസ് ഒരിക്കലും നമ്മൾ വാർഡിലോ ഡിപ്പാർട്ട്മെന്റിലോ വെക്കാനായിട്ട് പാടില്ല. If necessary, ആവശ്യമെങ്കിൽ the nurse in charge should arrange for the keys to be held in the neighboring ward or department by the nurse in charge. അപ്പം ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ ഈ nurse in charge arrange the keys to be held in neighboring ward, എന്നെങ്കിൽ neighboring വാർഡിലോ ഡിപ്പാർട്ട്മെന്റിലോ നമുക്ക് കൊടുക്കാം. എങ്ങനെ? by the charge, the nurse in charge there. അവിടുത്തെ nurse in chargeന്റെ പക്കൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ? നമുക്ക് ചോദ്യം ഒന്നുകൂടെ വായിക്കാം. This guideline extract says that the nurse in charge. ഈ ഒരു ഗൈഡ്ലൈൻ എക്സ്ട്രാക്ട് പറയുന്നത് nurse in charge. നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ പോലെ ആയിരിക്കും വരിക. The nurse in charge, ഓപ്ഷൻ എ പറയുമ്പോൾ the nurse in charge must supervise the opening of the controlled drug cupboard. അതായത് ഈ nurse in charge എന്ത് ചെയ്യണം? ഈ controlled drug കബോർഡ് ഉണ്ടല്ലോ, ആ കബോർഡ് ഓപ്പൺ ചെയ്യുന്നത് സൂപ്പർവൈസ് ചെയ്യണം. അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇതിന്റെ ഉത്തരവാദിത്വം nurse in chargeനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. They may be passed to a registered nurse in order for them to carry out their duties and return to the nurse in charge. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് നഴ്സിന് ആവശ്യമാകുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അവർക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ അവരുടെ ഡ്യൂട്ടി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യണം? തിരിച്ചേൽപ്പിക്കാം. ഈ ഓപ്ഷൻ പറയുന്നത് മസ്റ്റ് സൂപ്പർവൈസ് ദ ഓപ്പണിംഗ് ഓഫ് ദ കൺട്രോൾ. അപ്പം ആ നഴ്സിന് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ പോയിട്ട് നോക്കി നിന്ന് അത് തുറക്കുമ്പോൾ സൂപ്പർവൈസ് ചെയ്യണമെന്നൊന്നും ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ല, അല്ലെ? റെസ്പോൺസിബിലിറ്റി ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓരോ തവണയും കബോർഡ് തുറക്കുമ്പോൾ ഈ nurse in charge അവിടെ ഉണ്ടാവണം, സൂപ്പർവൈസ് ചെയ്യണം എന്ന് ഈ പാരഗ്രാഫിൽ എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എ എന്ന് പറയുന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യും. ക്ലിയർ? ഡിയിലേക്ക് പോകാം. ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഓൾ വാർഡ് കബോർഡ് കീസ് ആർ കെപ്റ്റ് ടുഗദർ. അതായത് the nurse in charge should make sure, ഈ nurse in charge ഉറപ്പുവരുത്തണം. എന്ത് ഉറപ്പുവരുത്തണം? that all ward cupboard keys are kept together. എല്ലാ കബോർഡ് കീസും ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ നോക്കിക്കോളൂ. The controlled drug cupboard keys should be kept separately. അത് വേറെ വെക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് 1, 2, 3, 4, 5 അഞ്ചാമത്തെ 6ാമത്തെ വരികളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്തു. അതായത് എയും എലിമിനേറ്റ് ചെയ്തു, ബിയും എലിമിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് സിയിലേക്ക് പോകാം. Can delegate responsibility for the cupboard keys
to another ward. Can delegate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ delegate means a person sent to represent. അത് അതായത് നമ്മൾ ഒരു ഉത്തരവാദിത്തം കൈമാറ്റം ചെയ്യുക, മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനെ ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറയും. സോ ക്യാൻ ഡെലിഗേറ്റ്, നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം കൈമാറ്റം ചെയ്യാൻ പറ്റും. ആർക്ക്? ഫോർ ദ കബോർഡ് കീസ് ടു അനദർ വാർഡ്, മറ്റൊരു വാർഡിലേക്ക്. ഈ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇഫ് നെസസറി, ആവശ്യമാകുന്ന ഘട്ടങ്ങളിൽ the nurse in charge should arrange for the keys to be held in neighboring ward or department by the nurse in charge. അപ്പം അത്യാവശ്യമാണെങ്കിൽ അടുത്ത വാർഡിലെ നഴ്സ് ഇൻചാർജിന് നമുക്ക് കൈമാറാം. ഈ കീ കൈമാറുക എന്ന് പറയുമ്പോൾ എന്താണ്? ഉത്തരവാദിത്വവും കൈമാറുകയല്ലേ ചെയ്യുന്നത്. കബോർഡിന്റെ ട്രക്ക്, അതായത് കൺട്രോൾ ട്രക്ക് കബോർഡിൽ ഉത്തരവാദിത്വം നമ്മൾ ഓട്ടോമാറ്റിക്കലി കൈമാറുകയാണ് ചെയ്യുന്നത്. സോ can delegate responsibility of the cupboard keys to another ward. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ ഈസ് സി. If you feel any doubt, you please contact us. Thank you.